Problems related to the theorem and corollaries. First we have, consider the equation f of x equal to x minus 1 into x minus 3 into x minus 5 into x minus 7 plus lambda into x minus 2 into x minus 4 into x minus 6 equal to 0. Lambda being an arbitrary real number. The question is, show that for all real values of lambda, the given equation f of x equal to 0 has all roots real, simple, and we have to separate them. That is, നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അതിൻ്റെ എല്ലാ റൂട്ട്സും റിയൽ ആണ്, സിമ്പിളാണ്, അതായത് മൾട്ടിപ്ലിസിറ്റി 1 ആണ്. അതുപോലെ അവയെ സെപ്പറേറ്റ് ചെയ്യണം. നമ്മൾ രണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0ൻ്റെ റൂട്ട്സിൻ്റെ സെപ്പറേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ തിയറം പ്രൂവ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ആ റൂട്ട്സിനെ, അതായത് ആ ഇൻ്റർവെൽസ് ഏതൊക്കെ ഇൻ്റർവെൽസിലാണ് ആ റൂട്ട് വരുന്നത് എന്ന് സെപ്പറേറ്റ് ആയിട്ട് ആ സെപ്പറേറ്റ് ഇൻ്റർവെൽസ് അല്ലെങ്കിൽ ഇൻ്റർവെൽസായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് കാണിക്കണം. സോ ഇതിലൊരു ലാംഡ ഉണ്ട്. ലാംഡ ഈസ് ആൻ ആർബിട്രറി റിയൽ നമ്പറാണ്. അപ്പോൾ ഏത് റിയൽ നമ്പർ ലാംഡയ്ക്കും ഈ ഫംഗ്ഷൻ്റെ റൂട്ട്സാണ് റൂട്ട്സ് സിമ്പിളാണ്, റിയൽ ആണ്, അതുപോലെ അവയുടെ സെപ്പറേഷനുമാണ് കാണിക്കേണ്ടത്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു രണ്ട് പാർട്ടായിട്ടാണ്. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 7 അതൊരു പാർട്ട്, പ്ലസ് ലാംഡ ഇൻറ്റു ബാക്കിയുള്ള 3 ടേമിൻ്റെ പ്രൊഡക്റ്റ്. അങ്ങനെയാണ് എഫ് ഓഫ് എക്സിൻ്റെ ഫോം വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടേം എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 7 അതിൻ്റെ സൈന് നമുക്ക് ഫോർ ആർബിട്രറി ലാർജ് വാല്യൂസ് ഓഫ് എക്സിനും അതുപോലെ ആർബിട്രറി സ്മാൾ വാല്യൂസ് ഓഫ് എക്സിനും അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റി ആർബിട്രറി സ്മാൾ അല്ലെങ്കിൽ സഫിഷ്യൻ്റ്ലി സ്മാൾ അല്ലെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റി സഫിഷ്യൻ്റ്ലി ലാർജ് വാല്യൂസ് ഓഫ് എക്സ്. അപ്പോൾ ഈ ടേമിൽ എഫ് ഓഫ് എക്സിൻ്റെ സൈന് അതല്ലെങ്കിൽ എഫ് ഓഫ് എക്സിലെ ഈ ടേമിൻ്റെ ഫസ്റ്റ് ടേമിൻ്റെ സൈന് ലാംഡ ഇല്ലാത്ത ടേമിൻ്റെ സൈന് ലാർജ് വാല്യൂസ് ഓഫ് എക്സിനും സ്മാൾ വാല്യൂസ് ഓഫ് എക്സിനും നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ വളരെ സ്മോൾ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ബ്രാക്കറ്റിൽ നിന്നും ഓരോ മൈനസ് ഉണ്ടാവും. കാരണം മൈനസ് ഇൻഫിനിറ്റി -1 അതൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ 4 നെഗറ്റീവ് കൂടിയാൽ അത് പോസിറ്റീവ് വരും. അതുപോലെ പോസിറ്റീവ് വാല്യൂ ആകുമ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് അതിൻ്റെ സൈന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. പക്ഷേ സെക്കൻഡ് ടേമിൽ നമുക്ക് അതുപോലെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു ലാംഡ ഉണ്ട്. അപ്പോൾ ലാംഡയുടെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലാംഡയുള്ള പോർഷൻസിൻ്റെ 0 ആവുന്ന വിധത്തിലുള്ള നമ്പേഴ്സാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലാംഡയുള്ള ടേമിന് 0 ആയി പോകണമെങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കണം? 2 കൊടുക്കുക ആകും, അതുപോലെ 4, 6, പിന്നെ ഈ സ്മാൾ വാല്യൂം ലാർജ് വാല്യൂം കൊടുക്കണം. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി 2, 4, 6 ആൻഡ് പ്ലസ് ഇൻഫിനിറ്റി ഈ വാല്യൂസാണ് നമ്മൾ എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ലാംഡ വരുന്ന ടേമിനെ ഒഴിവാക്കുന്ന വിധത്തിലുള്ള വാല്യൂസ് എടുക്കുക. ഇപ്പോൾ 2ഉം 4ഉം 6ഉം എടുത്താൽ ആ ലാംഡയുടെ വാല്യൂ ഓരോന്ന് കൊടുക്കുമ്പോഴും 0 ആയി പോകും. ദെൻ സഫിഷ്യൻ്റ്ലി സ്മോളും സഫിഷ്യൻ്റ്ലി ലാർജും ആയിട്ടുള്ള അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ മൈനസ് ഇൻഫിനിറ്റിയും പ്ലസ് ഇൻഫിനിറ്റിയും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഇതുപോലെയുള്ള പ്രോബ്ലത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി നമ്മളിതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ കാണുന്നില്ല, സൈനേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഉണ്ട്, അതുപോലെ എഫ് ഓഫ് 2, എഫ് ഓഫ് 4, എഫ് ഓഫ് 6 ആൻഡ് എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി ഓരോന്നിൻ്റെയും സൈന്. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റിയുടെ സൈന് ഫസ്റ്റ് ടേം നമ്മൾ പറഞ്ഞു അത് പോസിറ്റീവ് ആയിരിക്കും. 4 ഓരോ മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഓരോ ബ്രാക്കറ്റിൽ നിന്നും മൈനസ് വരും. ഇനി അടുത്ത ടേം മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി -2 നെഗറ്റീവ് ആയിരിക്കും. ദെൻ നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ്. ദെൻ നമ്മളതിന് നമ്മൾ ചെയ്യുന്നത് ലാംഡയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ബ്രാക്കറ്റിൽ നമുക്ക് 4 നെഗറ്റീവ് ദെൻ പോസിറ്റീവ് കിട്ടും. അപ്പോൾ നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂ മൈനസ് ഇൻഫിനിറ്റിയാണ് കൊടുക്കുന്നത്.
അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി -1, അതുപോലെ മൈനസ് ഇൻഫിനിറ്റി -3, മൈനസ് ഇൻഫിനിറ്റി -5, മൈനസ് ഇൻഫിനിറ്റി -7 എന്നാണ് വരിക ഫസ്റ്റ് ടേം, ഈ ടേം വരുന്നത്. അപ്പോൾ ഇതിൽ മൈനസ് ഇൻഫിനിറ്റി -1 നമ്മളൊരു നെഗറ്റീവ് പുറത്തേക്ക് എടുത്താൽ ഇറ്റ് ഈസ് ഇൻഫിനിറ്റി +1, അതുപോലെ ഇൻഫിനിറ്റി +3 അങ്ങനെ വരും. അപ്പോൾ ഓരോ ടേമും വളരെ വലിയ ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ എക്സിൻ്റെ വളരെ വലിയ ലാർജ് വാല്യൂ ആണ്. അപ്പോൾ അതിനോടുകൂടി 1 ആഡ് ചെയ്യുക, 3 ആഡ് ചെയ്യുന്നു, 5 ആഡ് ചെയ്യുന്നു, 7 ആഡ് ചെയ്യുന്നു, അങ്ങനെ കിട്ടും. 4 നെഗറ്റീവും കൂടെ ചേർന്ന് പോസിറ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ വളരെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ഈ ടേം ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ ലാർജായിട്ടുള്ള ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അതിൽ നിന്നും അത് പ്ലസ്, അപ്പോൾ വളരെ വലിയൊരു ലാർജ് പോസിറ്റീവ് നമ്പർ, അതിൽ നിന്നും നമ്മൾ ഒരു ലാംഡയുടെ വാല്യൂ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഇവിടെ 3 ബ്രാക്കറ്റിലുള്ളത്. അപ്പോൾ ഈ x-2, x-2, x-3, സോറി x-4 ആണ്, x-6 പിന്നെ ലാംഡയും. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി -2, മൈനസ് ഇൻഫിനിറ്റി -4, മൈനസ് ഇൻഫിനിറ്റി -6, ഇതിൽ നിന്ന് 3 മൈനസ് വരും. അപ്പോൾ ഇത് മൈനസ് ലാംഡ ഇൻറ്റു ഇൻഫിനിറ്റി +2, ഇൻഫിനിറ്റി +4, ഇൻഫിനിറ്റി +6. അപ്പോൾ ഈ 3 പ്രോഡക്റ്റും ഒരു ലാർജ് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ലാർജ് പോസിറ്റീവ് നമ്പർ ഉണ്ട്, ഇവിടെ പ്ലസ് ആണ്, ലാംഡയുടെ കൂടെ പുറത്തെടുത്തപ്പോൾ കിട്ടിയ മൈനസ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ലാംഡ ഇൻറ്റു ഒരു പോസിറ്റീവ് നമ്പർ, വളരെ വലിയൊരു പോസിറ്റീവ് നമ്പർ മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഈ ലാംഡയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഒരു ലാർജ് പോസിറ്റീവ് നമ്പറിന്ന് ഇവിടെ 4 ടേം ഉണ്ട് അല്ലേ, 4 പ്രൊഡക്റ്റാണ് ഉള്ളത്. 1, 2, 3, 4 4 പ്രൊഡക്റ്റാണ്. അതുപോലെ 1 ആഡ് ചെയ്യുന്നു, 3 ആഡ് ചെയ്യുന്നു, 5 ആഡ് ചെയ്യുന്നു, 7 ആഡ് ചെയ്യുന്നു. ഇവിടെ ആഡ് ചെയ്യുന്ന നമ്പർ 2, 4, 6 ആണ്. അപ്പോൾ എങ്ങനെയായാലും ഈ ആദ്യത്തെ നമ്പറായിരിക്കും വളരെ വലുത്. അപ്പോൾ ലാംഡ പോസിറ്റീവ് ആണെങ്കിൽ ഒരു ലാർജ് പോസിറ്റീവ് നമ്പറിന്ന് ഒരു അത്ര ലാർജ് അല്ല, അതിനേക്കാൾ ചെറിയ ഒരു പോസിറ്റീവ് നമ്പർ, ലാർജ് തന്നെയാണ് പോസിറ്റീവ് നമ്പർ, പക്ഷേ ആദ്യത്തെ പോസിറ്റീവ് നമ്പറിനേക്കാളും ചെറിയൊരു പോസിറ്റീവ് നമ്പർ മൈനസ് ചെയ്യുന്നു. സോ വി ഗെറ്റ് പോസിറ്റീവ്. ഇനി ലാംഡ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്താ വരിക, പ്ലസ് വരും. മൈനസ് ആദ്യമുള്ള മൈനസും പിന്നെ ലാംഡയുടെ മൈനസും പ്ലസ് വരും. അപ്പോൾ പോസിറ്റീവ് നമ്പർ പ്ലസ് പോസിറ്റീവ് നമ്പർ അഗെയിൻ പോസിറ്റീവ് വരും. സോ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി അതിൻ്റെ സൈന് പോസിറ്റീവ് ആയിരിക്കും. ഇനി എഫ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ 2ഉം 4ഉം 6ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം, ഈ സെക്കൻഡ് ടേം അങ്ങ് 0 ആയി പോകും, ലാംഡ ഉള്ള ടേം. പിന്നെ ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ 2 - 1, 2 - 3, 2 - 5, 2 - 7. അപ്പോൾ 3 നെഗറ്റീവ് വരും, ഒരു പോസിറ്റീവും. സോ എഫ് ഓഫ് 2 നെഗറ്റീവ് ആയിരിക്കും. എഫ് ഓഫ് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കറിയാം 4 - 1, 4 - 3, 4 - 5, 4 - 7. അപ്പോൾ അതിൽ 2 നെഗറ്റീവ് വരിക, അതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. എഫ് ഓഫ് 6 - 1, 6 - 3 എല്ലാം 6നേക്കാൾ ചെറിയ നമ്പേഴ്സാണ് മൈനസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോഡക്റ്റാണ്. സോ എല്ലാം ഇല്ല, 1, 3, 5, 7 വരും, 6 - 7, അപ്പോൾ ഒരു നെഗറ്റീവ് വരും. സോ പ്രോഡക്റ്റ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി, നമ്മൾ മൈനസ് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ തന്നെ പ്ലസ് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതേപോലെ ചെയ്താൽ നമുക്ക് എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി പോസിറ്റീവ് ആണ് എന്ന് കിട്ടും. അതേ റീസൺ, സെയിം ആർഗ്യുമെൻ്റ് വെച്ച് ചെയ്താൽ മതിയാവും. സോ നമ്മൾ 3ഉം 2ഉം 3 ഫൈനൈറ്റ് നമ്പറും ദെൻ മൈനസ് ഇൻഫിനിറ്റിയും പ്ലസ് ഇൻഫിനിറ്റിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ ഓരോന്നിൻ്റെയും എഫ് ഓഫ് എക്സിൻ്റെ സൈന് നമുക്ക് കിട്ടി. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് -2 വരെ, അതായത് മൈനസ് ഇൻഫിനിറ്റി 2 എന്നുള്ള ഇൻ്റർവെല്ലിൽ ഒരു സൈൻ ചേഞ്ച് ഉണ്ട്, +2 മൈനസ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സൈൻസ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ എന്തുണ്ടാവും, റൂട്ട് ഉണ്ടാവും ഈ ഇൻ്റർവെല്ലിൽ നമ്മുടെ തിയറി പ്രകാരം. അതുപോലെ 2, 4ലും ഓപ്പോസിറ്റ് സൈൻസ് ആണ്, അവിടെയും റൂട്ട് ഉണ്ടാവും. 4, 6ലും ഓപ്പോസിറ്റ് സൈൻസ് ആണ്, റൂട്ട് ഉണ്ടാവും. 6 ഇൻഫിനിറ്റി അവിടെയും റൂട്ട് ഉണ്ടാവും. സോ ഈ ഇൻ്റർവെൽസ് ഒന്നുകൂടെ എഴുതാം. മൈനസ് ഇൻഫിനിറ്റി ടു 2, 2 to 4, 4 to 6 ആൻഡ് 6 to പ്ലസ് ഇൻഫിനിറ്റി. ഓരോ ഇൻ്റർവെൽസിലും റൂട്ട് ഉണ്ട്,
എന്ന് നമുക്ക് കിട്ടി. ഇനി അറ്റ്ലീസ്റ്റ് വൺ റൂട്ട്. ഇനി എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി നമുക്കറിയാം, ഫ്രം ദി ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് 4 ആണ് ഡിഗ്രി. മാക്സിമം പവർ 4 ആണ് വരിക എക്സിൻ്റെ. സോ ഡിഗ്രി 4 ആണ്. ഓരോ ഇൻ്റർവെല്ലിലും റൂട്ടുണ്ട്. ഈ റൂട്ടൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, കാരണം ഇൻ്റർവെല്ലിൽ ഈ ഓരോ ഇൻ്റർവെല്ലും കോമൺ ആയിട്ട് ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് ഒന്നുമില്ല, സെപ്പറേറ്റ് ഇൻ്റർവെൽസ് ആണ്. സോ ഓരോ ഇൻ്റർവെല്ലിലും ഒരു റൂട്ടെങ്കിലും ഉണ്ട്. ആകെ ഡിഗ്രി 4 ആയതുകൊണ്ട് ആകെ 4 റൂട്ടേ ഉള്ളൂ. സോ ആൾ ഇറ്റ്സ് റൂട്ട്സ് ആർ, ഇതെല്ലാം റിയൽ ഇൻ്റർവെൽസ് ആണ്, റിയൽ നമ്പേഴ്സ് വരുന്ന ഇൻ്റർവെൽസ് ആണ്. സോ റൂട്ട്സ് എല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. അതുപോലെ 4 ഇൻ്റർവെല്ലിലും ഓരോ റൂട്ടുണ്ട്. 4 ഇൻ്റർവെൽസും സെപ്പറേറ്റ് ഇൻ്റർസെക്ഷനൊന്നും ഇല്ലാത്ത മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് ആണ്. അതുകൊണ്ട് റൂട്ട്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. സോ ആകെ 4 റൂട്ടേ ഉള്ളൂ, 4 ഇൻ്റർവെല്ലുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലിസിറ്റി ഓരോ റൂട്ടിൻ്റെയും 1 വരും. സോ ആൾ ഇറ്റ്സ് റൂട്ട്സ് ആർ റിയൽ ആൻഡ് സിമ്പിൾ. ഇനി ഈ റൂട്ടിനെ നമ്മൾ 4 റൂട്ടല്ലേ CDEF എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ കിട്ടും. -ഇൻഫിനിറ്റിക്കും 2നും ഇടയ്ക്ക് C ആയിരിക്കും റൂട്ട്, C എന്ന് നമ്മൾ സപ്പോസ് ചെയ്യും. ദെൻ 2നും 4നും ഇടയ്ക്ക് ഒരു D എന്ന് പറയുന്ന റൂട്ട് ഉണ്ടാവും. 4നും അതുപോലെ 6നും ഇടയ്ക്ക് E എന്ന് പറയുന്ന റൂട്ട്, 6നും +ഇൻഫിനിറ്റി ഇടയ്ക്ക് F എന്ന് പറയുന്ന റൂട്ട്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് the roots of the equation f of x equal to 0 and the term x minus 2, ലാംഡയുടെ കൂടെയുള്ള ടേം x minus 2 into x minus 4 into x minus 6 equal to 0. ആ രണ്ട് ഇക്വേഷനും റൂട്ട്സ് 2, 4, 6 സെയിം ആയിരിക്കും. ഫോളോ ഇൻ ആൾട്ടർനേറ്റീവ് ഓർഡർ ഓർ സെപ്പറേറ്റ് ഈച്ച് അതർ. അവ ഇപ്പോൾ ഇതിൽ 2, 4, 6 എന്ന് പറയുന്നത് x minus 2 into x minus 3 into x minus 4 ആണ്. x minus 6 equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ്. CDEF എന്ന് പറയുന്നത് നമ്മുടെ f of x equal to 0ൻ്റെ റൂട്ട്സ് ആണ്. അപ്പോൾ അവ ആൾട്ടർനേറ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്നു, അതുപോലെ അവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് സിനെയും ഡിനെയും 2 വെച്ച് സെപ്പറേറ്റ് ചെയ്യാം, അതേപോലെ 2നെയും 4നെയും നമുക്ക് D വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ്റെ റൂട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യുന്നു. ദേ ആർ ആൾട്ടർനേറ്റീവ് ഇൻ ഓർഡർ. സോ ഇതിൻ്റെ റൂട്ട്സിൻ്റെ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. റൂട്ട്സ് എല്ലാം റിയലാണ്, സിമ്പിളാണ്, സെപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ -ഇൻഫിനിറ്റി ടു 2 അതിലൊരു റൂട്ട് ഉണ്ടാവും. 2 to 4 അറ്റ്ലീസ്റ്റ് 1 റൂട്ട്. അവിടെ അറ്റ്ലീസ്റ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇക്വേഷൻ്റെ ഡിഗ്രി അറിയാം. അതുകൊണ്ട് ദർ ഈസ് 1 റൂട്ട് ഇൻ -ഇൻഫിനിറ്റി 2 and 2 to 4, 4 to 6 and 6 to infinity. Each interval has 1 root. That's a separation. Now we have some problems. First one, verify that the following equations have roots in the intervals indicated. We consider the first problem, that is x cube minus 7x plus 7 equal to 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് വെരിഫൈ ചെയ്യാനുള്ളത് this equation have roots in the intervals -4, -3, 1, 3/2, 3/2, 2. ഈ 3 ഇൻ്റർവെൽസിലും ഇതിന് റൂട്ട്സ് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. സോ നമ്മൾ ആ തിയറാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻ്റർവെൽ AB-യിൽ റൂട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. സോ ആ തിയറ പ്രകാരം there exists at least one root between A and B, interior of A and B എന്ന് കിട്ടും. So we have the question, let f of x equal to x cube minus 7x plus 7 equal to 0. Now first interval is -4, -3. So find f of -4, that's equal to -4 whole cube minus 7 into -4 plus 7. We get it is -29, which is less than 0. Similarly, we find f of -3, we get it is 1, that is greater than 0. Opposite signs ആണ്. So since f of -4 and f of -3 are of opposite signs, thus there exists at least one root in -4, -3 എന്ന് കിട്ടും. സോ ഇതിൽ അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ഉണ്ട്. ദെൻ അടുത്ത ഇൻ്റർവെല്ലിൽ 1, 3/2 ആണ്. സോ എഫ് ഓഫ് 1 കാണണം, എഫ് ഓഫ് 3/2
കാണണം. f of 1 we get to 1 which is greater than 0. f of 3 by 2 we get to minus 1 which is less than 0. So f of 1 and f of 3 by 2 are of opposite signs. Thus there exists at least one root between 1, 3 by 2 also. The next one is, the interval is 3 by 2, 2. So we have to find f of 3 by 2 and f of 2. f of 3 by 2 നമ്മൾ already കണ്ടു, that is minus 1 which is less than 0. Then f of 2 we get it is 1 which is greater than 0. Opposite signs ആണ്. So there exists at least one root between 3 by 2, 2. So ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള പ്രോബ്ലംസ്. റൂട്ട്സ് ഉണ്ടോ എന്ന് ഓരോ എൻ പോയിൻറ്റ്സിലും ഓപ്പോസിറ്റ് സൈൻ ആണോ എന്ന് വെച്ച് ചെക്ക് ചെയ്യാം. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതേപോലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഈ ലാംഡയുടെ പാർട്ട് 0 ആവുന്ന പോയിൻറ്റ്സ് എടുക്കുക. 3, 6, 8, 10 എന്നിട്ട് മൈനസ് ഇൻഫിനിറ്റിയിലും പ്ലസ് ഇൻഫിനിറ്റിയിലും കൂടെ അത് ചെക്ക് ചെയ്യാം. സെയിം പ്രോബ്ലമാണ്. സോ നെക്സ്റ്റ് വി ഹാവ് അനദർ പ്രോബ്ലം, ദാറ്റ് ഈസ് പ്രൂവ് ദാറ്റ് ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ക്യാപിറ്റൽ ബി ബൈ എക്സ് മൈനസ് ബി പ്ലസ് ക്യാപിറ്റൽ സി ബൈ എക്സ് മൈനസ് സി മൈനസ് പി equal to 0. This is an equation where capital A, B and C are positive numbers. Positive numbers ആണ്. Small a less than b less than c ആണ്. And p is any number different from 0. p is a non-zero number. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, the roots of this equation are real and simple. റിയൽ ആണ്. ഇതിന് ഈ ഇക്വേഷനുള്ളത് റിയൽ റൂട്ട്സ് ആണ്. ഇതിൻ്റെ എല്ലാ റൂട്ട്സും റിയൽ റൂട്ട്സ് ആണ്. അതുപോലെ സിമ്പിൾ റൂട്ട്സ് ആണ്, മൾട്ടിപ്ലിസിറ്റി 1 ആയിട്ടുള്ള റൂട്ട്സ് ആണ്. ആൾസോ വി ഹാവ് ടു ഇൻഡിക്കേറ്റ് ദി ഇൻ്റർവൽസ് ഈച്ച് കണ്ടെയ്നിങ് ജസ്റ്റ് 1 റൂട്ട്. നമുക്ക് ഇൻ്റർവൽസ് കണ്ടുപിടിക്കണം. അതായത് റൂട്ട് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഇൻ്റർവൽസ്, ഓരോ ഇൻ്റർവെല്ലിലും ഓരോ റൂട്ട്, ജസ്റ്റ് 1 റൂട്ട് മാത്രമേ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. സോ വി ഹാവ് ദി ഇക്വേഷൻ. ആ ഇക്വേഷൻ നമ്മളൊരു പേര് കൊടുക്കുന്നു, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കുന്നു. ദാറ്റ് ഈസ് എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി പ്ലസ് സി ബൈ എക്സ് മൈനസ് സി മൈനസ് പി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷന് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് കൊടുത്തു. വി ഡിഫൈൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു, അതായത് ഈ ന്യൂമറേറ്ററിൻ്റെ പ്രൊഡക്റ്റ്, എസ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി. ആൻഡ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ, കോമൺ ഡിനോമിനേറ്ററൊക്കെ എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ താഴെയുള്ള ഡിനോമിനേറ്റർ ഈ ജി ഓഫ് എക്സ് അവർ ജി ഓഫ് എക്സ്, മുകളിലുള്ള ഫംഗ്ഷൻ നമ്മൾ ഒരു ടോട്ടൽ നെയിം, അതിന് എല്ലാം കൂടെ ഒരു എക്സിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും എഫ് ഓഫ് എക്സ് എന്ന് കൊടുത്തു. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മാൾ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ്. ദാറ്റ് ഇംപ്ലൈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ സീറോസ് ആണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് മീൻസ് small f of x divided by g of x equal to 0. That implies f of x equal to 0. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എഫിൻ്റെ നമുക്ക് തന്ന ഗിവൺ ഇക്വേഷൻ്റെ 0 കാണുന്നതിന് പകരം സ്മാൾ എഫ് ഓഫ് എക്സിൻ്റെ സീറോസ് ചെക്ക് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ദ റൂട്ട്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് സ്മാൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആർ ദി സെയിം. നൗ ഫോർ ദിസ് വി പുട്ട് എക്സ് ഈക്വൽ ടു എ മൈനസ് എപ്സിലോൺ എന്നുള്ളൊരു ടേമും എക്സ് ഈക്വൽ ടു എ പ്ലസ് എപ്സിലോൺ എന്നുള്ള ഒരു ടേമും, രണ്ട് വാല്യൂസ് എക്സിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. വി ഗെറ്റ് എഫ് ഓഫ് എ മൈനസ് എപ്സിലോൺ ഈക്വൽ ടു എഫ് ഓഫ് എ മൈനസ് എപ്സിലോൺ കൊടുത്താൽ എ ബൈ അടുത്തതിന് എ മൈനസ് എപ്സിലോൺ മൈനസ് എ എന്നാണ് വരിക. അപ്പോൾ അങ്ങനെ ഓരോ പോയിന്റിലും ഓരോ എക്സിനും എ മൈനസ് എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എ ബൈ മൈനസ് എപ്സിലോൺ പ്ലസ് ബി ബൈ എ മൈനസ് എപ്സിലോൺ മൈനസ് ബി പ്ലസ് സി ബൈ എ മൈനസ് എപ്സിലോൺ മൈനസ് സി മൈനസ് പി. അതുപോലെ ക്യാപിറ്റൽ എഫ് ഓഫ് എ പ്ലസ് എപ്സിലോൺ എ ബൈ എപ്സിലോൺ പ്ലസ് ബി ബൈ എ പ്ലസ് എപ്സിലോൺ മൈനസ് ബി പ്ലസ് സി ബൈ എ പ്ലസ് എപ്സിലോൺ മൈനസ് സി മൈനസ് പി എന്ന് കിട്ടും. ഹിയർ വി ഹാവ്
epsilon is a small positive number, so the terms a by epsilon and minus a by epsilon are negligible. And also we have f of a minus epsilon is less than 0 and f of a plus epsilon is greater than 0. Similarly നമുക്ക് ബിയുടെയും സിയുടെയും റിസൾട്ട് എഴുതാൻ പറ്റും. അതുപോലെ എഫ് ഓഫ് ബി പ്ലസ് എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ 0. ആൾസോ എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ 0. എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ സ്മോൾ പോസിറ്റീവ് എപ്സിലോൺ. In other words, the capital F ആണ്. capital F എന്ന് പറഞ്ഞാൽ small f by small g ആണ്. That is f of a minus epsilon by g of a minus epsilon is less than 0. f of b minus epsilon by g of b minus epsilon is less than 0. And f of c minus epsilon divided by g of c minus epsilon is less than 0. Similarly, f of a plus epsilon by g of a plus epsilon is greater than 0. f of b plus epsilon divided by g of b plus epsilon is greater than 0. And f of c plus epsilon divided by g of c plus epsilon is greater than 0. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്യാപിറ്റൽ എഫിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ജിയുടെ സൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ജി ഓഫ് എ മൈനസ് എപ്സിലോണിൻ്റെയും ജി ഓഫ് എ പ്ലസ് എപ്സിലോൺ, അതുപോലെ ബി മൈനസ് എപ്സിലോൺ, സി മൈനസ് എപ്സിലോൺ, അതിൻ്റെയൊക്കെ സൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജി ഓഫ് എ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി ആണ്. ജി ഓഫ് എ മൈനസ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എ മൈനസ് എപ്സിലോൺ മൈനസ് എ മൈനസ് എപ്സിലോൺ മൈനസ് ബി, എ മൈനസ് എപ്സിലോൺ മൈനസ് സി ആണ്. ദാറ്റ് ഈസ് ഇവിടെ മൈനസ് എപ്സിലോൺ ഉണ്ടാവും, മൈനസ് എപ്സിലോൺ ഇൻറ്റു എ മൈനസ് ബി മൈനസ് എപ്സിലോൺ എന്ന് എഴുതാം. ഇവിടെ എ മൈനസ് സി ഇൻറ്റു മൈനസ് എപ്സിലോൺ. സോ ഈ നമുക്കറിയാം എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ആണ്. സോ എ മൈനസ് ബി നെഗറ്റീവ് ആയിരിക്കും, എ മൈനസ് സിയും നെഗറ്റീവ് ആയിരിക്കും. ദെൻ മൈനസ് ഈ നെഗറ്റീവ് നമ്പറിൽ നിന്ന് ഒരു പോസിറ്റീവ് നമ്പർ മൈനസ് ചെയ്യുന്നു. സോ ഒരു നെഗറ്റീവ് നമ്പറിൽ നിന്ന് വീണ്ടും, അതായത് ഇപ്പോൾ ഇതിന് നമുക്ക് എ മൈനസ് ബിനെ നമുക്ക് എ മൈനസ് ബി നെഗറ്റീവാണ്, അതുപോലെ അതായത് ഒരു നെഗറ്റീവ് സം ഡി എന്ന് കിട്ടും, മൈനസ്, ഇപ്പോൾ ഇതൊരു നെഗറ്റീവ് നമ്പറാണ് കിട്ടുക. ഇവിടെയും ഒരു നെഗറ്റീവ് നമ്പർ കിട്ടും, നെഗറ്റീവ്. ആൻഡ് ആൾറെഡി ഇവിടെ ഒരു ഈ എപ്സിലോൺ പോസിറ്റീവാണ്, ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ 3 നെഗറ്റീവ് ചേർന്നാൽ വി ഗെറ്റ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0, ജി ഓഫ് എ മൈനസ് എപ്സിലോൺ. അതുപോലെ ജി ഓഫ് എ പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എപ്സിലോൺ മൈനസ് എ മൈനസ് ബി പ്ലസ് എപ്സിലോൺ, അതുപോലെ എ മൈനസ് സി പ്ലസ് എപ്സിലോൺ. സോ ഇവിടെ എപ്സിലോൺ ആണ്, ഇവിടെ ഒരു നെഗറ്റീവ് നമ്പർ കിട്ടും, ഇവിടെ ഒരു നെഗറ്റീവ് നമ്പറും, ഇവിടെ പോസിറ്റീവാണ്. സോ 2 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് പോസിറ്റീവ് നമ്പർ. ഇനി ഇതേപോലെ ഓരോന്നിൻ്റെയും സൈന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ സൈനിൻ്റെ സീക്വൻസ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. എ മൈനസ് എപ്സിലോൺ ഉണ്ട്, ജി ഓഫ് എ പ്ലസ് എപ്സിലോൺ, അതുപോലെ ജി ഓഫ് ബി മൈനസ് എപ്സിലോൺ, ജി ഓഫ് ബി പ്ലസ് എപ്സിലോൺ, ജി ഓഫ് സി മൈനസ് എപ്സിലോൺ, ജി ഓഫ് സി പ്ലസ് എപ്സിലോൺ. സൈൻ എഴുതുന്നത് മൈനസ്, ഇത് പ്ലസ് ആയിരിക്കും, ഇത് അഗെയിൻ പ്ലസ്, ദിസ് ഇസ് മൈനസ്. ജി ഓഫ് സി മൈനസ് എപ്സിലോൺ അത് മൈനസ് ആണ്, ദെൻ സി പ്ലസ് എപ്സിലോൺ പ്ലസ്. ആൾസോ ഫോർ നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു റിലേഷൻ എഴുതിയിരുന്നു, 2 റിലേഷൻ. അതിലെ ജിയുടെ സൈനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ റേഷ്യോൻ്റെ സൈന് പോസിറ്റീവാണോ നെഗറ്റീവാണോ നമുക്കറിയാം ഓരോ കേസിലും. എ പ്ലസ് ഓർ മൈനസ് എപ്സിലോൺ, ബി പ്ലസ് ഓർ മൈനസ് എപ്സിലോൺ, സി പ്ലസ് ഓർ മൈനസ് എപ്സിലോൺ, അതിന് ഓരോ കേസിലും എഫ് ബൈ ജിയുടെ സൈൻ നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് ജിയുടെ സൈനും കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എഫിൻ്റെ സൈൻ എഴുതാം. സോ എഫ് ഓഫ് ഇതുപോലെ എഫിൻ്റെ സൈൻ എഫ് ഓഫ് എ മൈനസ് എപ്സിലോൺ, എഫ് ഓഫ് എ പ്ലസ് എപ്സിലോൺ, എഫ് ഓഫ് ബി മൈനസ് എപ്സിലോൺ, എഫ് ഓഫ് ബി പ്ലസ് എപ്സിലോൺ, എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ,
എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ. അതിൻ്റെ സൈൻ വരുന്നത് റേഷ്യോ നോക്കിയിട്ടാണ് എഴുതുന്നത്. പ്ലസ് വരും, ദെൻ അടുത്തത് പ്ലസ്, ദെൻ മൈനസ്, മൈനസ്, പ്ലസ്, പ്ലസ്, ഇങ്ങനെ വരും. ഇനി അതേപോലെ നമ്മൾ ഒരു 2 കാര്യം കൂടി ചെക്ക് ചെയ്യണം. ക്യാപിറ്റൽ എഫ് ഓഫ്, നമ്മൾ ക്യാപിറ്റൽ എഫിൻ്റെ സൈനാണ് നമുക്ക് വേണ്ടത്. ക്യാപിറ്റൽ എഫിൻ്റെ സീറോയും സ്മാൾ എഫിൻ്റെ സീറോയും സെയിം ആണെന്നാണ് പറയുന്നത്. ഇനി ക്യാപിറ്റൽ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റിയും അതുപോലെ പ്ലസ് ഇൻഫിനിറ്റിയും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ ക്യാപിറ്റൽ എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി, ക്യാപിറ്റൽ എഫിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഇതാണ്, സ്മാൾ എഫ് ബൈ സ്മാൾ ജി ആണ്. അതുപോലെ നമ്മൾ ക്യാപിറ്റൽ എഫ്, ഓക്കെ, ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്ന ഇക്വേഷൻ, അതിനാണ് ക്യാപിറ്റൽ എഫ് എന്ന് കൊടുത്തത്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി, അതായത് എക്സിന് മൈനസ് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് പി, ഇതൊക്കെ 0 ആയിപ്പോവും ഓരോ ടേം, താഴെ മൈനസ് ഇൻഫിനിറ്റി, അപ്പോൾ മൈനസ് പി ആണ് കിട്ടുക. സോ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റിയും എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി കൊടുത്താലും നമുക്ക് കിട്ടുക മൈനസ് പി ആണ്. ഇനി പി എന്ന് പറയുന്നത് ഒരു നോൺ സീറോ നമ്പറാണ്, പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. അപ്പോൾ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈസ് പി പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു മൈനസ് പി ആണ്. പി പോസിറ്റീവ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? പി പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് പി, എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി പി പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതൊരു നെഗറ്റീവ് സൈൻ ആയിരിക്കും. അതുപോലെ പി നെഗറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി പോസിറ്റീവ് ആയിരിക്കും. ആൾസോ ഇതുപോലെ തന്നെ നമുക്ക് പ്ലസ് ഇൻഫിനിറ്റിയുടെ കാര്യം പറയാം. പി അതായത് ഈ പീനെ ഡിപ്പെൻഡ് ചെയ്യും. പി പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ സൈന് നെഗറ്റീവ് സൈൻ ആയിരിക്കും. പി നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതൊരു പോസിറ്റീവ് സൈനുള്ള ഫങ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സ്മാൾ എഫ് ആണ്. സ്മാൾ എഫ് ഓഫ് ഇൻഫിനിറ്റി ഈസ് നെഗറ്റീവ് വെൻ പി ഈസ് പോസിറ്റീവ്. അതുപോലെ മറ്റേ നെഗറ്റീവ് ആവുന്ന കേസ് നമുക്ക് പറയാം. സോ ആ കേസ് നമ്മളെടുത്തു പി ഗ്രേറ്റർ ദാൻ 0, പി പോസിറ്റീവ് ആണ്. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് എപ്സിലോൺ, അതിൻ്റെ സൈനൊക്കെ നമുക്കറിയാം. എഫ് ഓഫ് എ പ്ലസ് എപ്സിലോൺ, അതുപോലെ എഫ് ഓഫ് ബി മൈനസ് എപ്സിലോൺ, എഫ് ഓഫ് ബി പ്ലസ് എപ്സിലോൺ, എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ, എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ, എഫ് ഓഫ് ഇൻഫിനിറ്റി നമുക്കറിയാം. പ്ലസ് മൈനസ് മൈനസ് പ്ലസ് പ്ലസ് ആൻഡ് മൈനസ്. പി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ, ഇനി പി ലെസ് ദാൻ 0 ആകുമ്പോൾ നമ്മൾ അപ്പോൾ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എ മൈനസ് എപ്സിലോൺ, എഫ് ഓഫ് എ പ്ലസ് എപ്സിലോൺ, എഫ് ഓഫ് ബി മൈനസ് എപ്സിലോൺ, എഫ് ഓഫ് ബി പ്ലസ് എപ്സിലോൺ, എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ. അതിൻ്റെ സൈന് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ്. നേരത്തെ എഴുതിയിട്ടുള്ളതാണ്, അത് കമ്പൈൻ ചെയ്ത് എഴുതിയതേ ഉള്ളൂ. സോ ഇൻ ദ ഫസ്റ്റ് കേസ്, അതായത് പി ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ, ഇൻ ദ ഫസ്റ്റ് കേസ് ദർ ഈസ് എ റൂട്ട് ഇൻ ഈച്ച് ഓഫ് ദി ഇൻ്റർവെൽസ് എ ആൻഡ് ബി. അതായത് എഫ് ഓഫ് എ പ്ലസ് എപ്സിലോൺ പോസിറ്റീവ് ആണ്, എഫ് ഓഫ് ബി മൈനസ് എപ്സിലോൺ എന്താ നെഗറ്റീവ് ആണ്. അപ്പോൾ എ പ്ലസ് എപ്സിലോണിനും ബി മൈനസ് എപ്സിലോണിനും ആ ഒരു ഇൻ്റർവെല്ലിൽ, അതായത് എ ബി എന്നുള്ള ഇൻ്റർവെൽ നമ്മളെടുക്കും, ഓപ്പൺ ഇൻ്റർവെൽ എ ബി, അതിലാണ് നമ്മൾ എ പ്ലസ് എപ്സിലോണും ബി മൈനസ് എപ്സിലോണൊക്കെ വരുന്നത്. എ ബിയിൽ സൈന് ചേഞ്ച് ചെയ്യുന്നുണ്ട്, സോ അവിടെ റൂട്ട് ഉണ്ടാവും. അതായത് ഇതിൽ ഓരോന്നിലും സൈൻ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ സൈൻ ചേഞ്ച് ഇല്ല, ഈ ഇൻ്റർവെല്ലിൽ സൈൻ ചേഞ്ച് ഉണ്ടാവും, അതുപോലെ ഇവിടെ സൈൻ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ സൈൻ ചേഞ്ച് ചെയ്യുന്ന ഇൻ്റർവെല്ലെല്ലാം അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ഉണ്ടാവും. ഫസ്റ്റ് കേസ് ദർ ഈസ് എ റൂട്ട് ഇൻ ഈച്ച് ഓഫ് ദി ഇൻ്റർവെൽ എ ബിയിലുണ്ടാവും. അതുപോലെ പിന്നെ അടുത്ത് വരുന്നത് സൈൻ ചേഞ്ച് വരുന്നത് ബി മൈനസ് എപ്സിലോണിനും അതുപോലെ ബി പ്ലസ് എപ്സിലോണിനും അല്ലേ. സോ വി ഗെറ്റ് എ ബി, ദെൻ ബി കഴിഞ്ഞിട്ട് ബി മൈനസ് എപ്സിലോൺ, ബി പ്ലസ് എപ്സിലോൺ, ബി സിന്ന് എടുക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത്
സി പ്ലസ് എപ്സിലോണും എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ സി പ്ലസ് എപ്സിലോൺ നമുക്ക് സി ഇൻഫിനിറ്റി എന്ന് എടുക്കാം. സി ഇൻഫിനിറ്റി ഇതിൽ ഓരോന്നിലും ഓരോ റൂട്ട് ഉണ്ടാവും. സെക്കൻഡ് കേസിൽ അതായത് ഇവിടെ ഒരു റൂട്ട് ഉണ്ടാകും, അതായത് മൈനസ് ഇൻഫിനിറ്റി എ മൈനസ് എപ്സിലോൺ എ വരെ എടുക്കാം. അതുപോലെ പിന്നെ ഇവിടെ ഉണ്ടാവും, അതായത് മൂന്നാമത്തെയും നാലാമത്തെയും തമ്മിൽ എ പ്ലസ് എപ്സിലോണും ബി മൈനസ് എപ്സിലോൺ. അതായത് നമുക്ക് എ പ്ലസ് എപ്സിലോൺ ആണ്, എ വരെ എടുക്കാം. ബി മൈനസ് എപ്സിലോൺ ബി ആണ്. അപ്പോൾ ബിയുടെ അവിടെ ഓപ്പൺ ഇൻ്റർവൽ എ ബി, അതിൽ എ പ്ലസ് എപ്സിലോണും ബി മൈനസ് എപ്സിലോണും എല്ലാം വരും. ഇനി അടുത്ത സൈൻ ചേഞ്ച് ലാസ്റ്റ് രണ്ടെണ്ണം തമ്മിലാണ്, അതായത് ബി പ്ലസ് എപ്സിലോണും സി മൈനസ് എപ്സിലോണും. ബി പ്ലസ് എപ്സിലോൺ നമുക്ക് ബി വെച്ച് തുടങ്ങാം, സി മൈനസ് എപ്സിലോൺ സീനെ ഒഴിവാക്കി ബി സി എന്നുള്ള ഓപ്പൺ ഇൻ്റർവൽ എടുക്കാം. അപ്പോൾ സെക്കൻഡ് കേസിൽ മൈനസ് ഇൻഫിനിറ്റി എ ബി അതുപോലെ ബി സി, ഈ ഓരോ ഇൻ്റർവെല്ലിലും എന്തുണ്ടായിരിക്കും, ഓരോ റൂട്ട് ഉണ്ടായിരിക്കും. സോ ദ റൂട്ട്സ് ഓഫ് ദി പ്രപ്പോസ്ഡ് ഇക്വേഷൻ ആർ റിയൽ ആണ്, സിമ്പിളാണ് ആൻഡ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഓരോ സെപ്പറേഷനും ഓരോ ഇൻ്റർവെല്ലായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം റിയൽ ഇൻ്റർവെൽസാണ്, എയും ബിയും സിയും എല്ലാം റിയൽ നമ്പേഴ്സാണ്. എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ആണ്. സ്മാൾ എയുടെ കാര്യമാണ് പറയുന്നത്, സ്മാൾ എ ബി സിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആ സെപ്പറേറ്റ് ചെയ്യുന്ന ഇൻ്റർവെൽസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി സിമ്പിൾ റൂട്ടാണ്, കാരണം ഇതിൻ്റെ ഇക്വേഷൻസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് സി പ്ലസ് സി ബൈ ബി ബൈ എക്സ് മൈനസ് ബി പ്ലസ് സി ബൈ എക്സ് മൈനസ് സി മൈനസ് പി ഈക്വൽ ടു സി. സോ അതൊരു തേർഡ് ഡിഗ്രി ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടാവും, ഒന്ന് ഈ പി ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പി ലെസ് ദാൻ 0. അപ്പോൾ ഏത് കേസായാലും നമുക്ക് ഓരോ ഇൻ്റർവെല്ലിനും ഓരോ റൂട്ട്, അതായത് 3 റൂട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 3 റൂട്ട് എന്ന് പറയുമ്പോൾ തേർഡ് ഡിഗ്രി ഇക്വേഷന് 3 റൂട്ട് എന്ന് പറയുമ്പോൾ ഓരോ റൂട്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ദാറ്റ് മീൻസ് മൾട്ടിപ്ലിസിറ്റി 1 ആണ്. സോ ദ റൂട്ട്സ് ആർ റിയൽ, സിമ്പിൾ and we can separate it. So that's the problem.